നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കണ്ണൂരിൽ RSS പ്രചാരകന്റെ കൊലപാതകത്തെ തുടർന്ന് BJP ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ വ്യാപക ആക്രമണം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഹർത്താലിന്റെ പേരിൽ മെഡിക്കൽ കോളേജിനുള്ളിൽ കടന്നുള്ള ആക്രമണത്തിനും കണ്ണൂർ സാക്ഷ്യം വഹിച്ചു. റോഡിൽ വാഹനങ്ങൾ തടഞ്ഞും കല്ലെറിഞ്ഞും മതിവരാത്ത ഹർത്താൽ അനുകൂലികൾ പരിയാരം മെഡിക്കൽ കോളേജിനുള്ളിൽ കയറിയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും വഹിച്ചുകൊണ്ട് ആശുപത്രിയിലെത്തിയ ആംബുലൻസ് അക്രമി സംഘം എറിഞ്ഞും അടിച്ചും തകർത്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു. ഉള്ളിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിന് നേരെയും കല്ലേറും ആക്രമണവുമുണ്ടായി. കാഷ്വാലിറ്റി യൂണിറ്റിലെ അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകളുണ്ടായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. ചികിത്സാ യൂണിറ്റുകൾക്കും കേടുപാടുണ്ടായി. പോലീസ് എത്തുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. രാവിലെ 6 മുതൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ അങ്ങിങ്ങായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ തെരു മുതൽ പരിയാരം വരെയുള്ള സ്ഥലങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. രാവിലെ ഇതുവഴി സഞ്ചരിച്ച മത്സ്യവിപണന കമ്പനിയുടെ ലോറിക്ക് മേൽ കല്ലേറുണ്ടായിരുന്നു. പുതിയ തെരു പരിയാരം മേഖലകളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങളും തടയുന്നുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുമുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ അതീവ ജാഗ്രത സ്വീകരിച്ചു വരികയാണെന്ന് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയാണ് RSS പ്രവർത്തകനും പയ്യന്നൂർ ധനരാജ് വധക്കേസിലെ 12ാം പ്രതിയുമായ ചൂരിക്കാട്ട് ബിജു കൊല്ലപ്പെട്ടത്. പയ്യന്നൂരിനടുത്ത് പാലക്കോട് പാലത്തിന് മുകളിൽ വെച്ച് വാഹനത്തിലെത്തിയ അക്രമി സംഘം ബോംബെറിഞ്ഞ ശേഷം ബിജുവിനെ വെട്ടുകയായിരുന്നു. കഴുത്തിന് വെട്ടേറ്റ ബിജുവിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ധനരാജ് വധക്കേസിൽ അറസ്റ്റിലായിരുന്ന ബിജു ജാമ്യം ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.